ഇന്ന് നമ്മുടെ വീട്ടിലെ ഇലയപ്പം കേട്ടോ. ഇലയപ്പം ഉണ്ടാക്കിയെന്നും പ്രതിഷേധിച്ച് 2 പേരും കൂടെ ഉണ്ടല്ലോ, അവർ ഷാർജ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇലയപ്പം കഴിക്കാൻ പോകും കേട്ടോ. എൻ്റെ വയറ് ഫുള്ളാക്കണമെന്നേ എനിക്കുള്ളൂ. അവർ ഷാർജയോ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. പാവം നമുക്ക് ഇലയപ്പം കഴിക്കാം കേട്ടോ. ഇലയപ്പം വേണം. എന്തൊരു അടിപൊളി മണമാണെന്ന് അറിയാവോ? ഹാ. നിങ്ങൾ ഷാർജ കുടിക്കുകയാണല്ലോ അല്ലേ? ഞാനെന്നാൽ ഇലയപ്പം പോയി കഴിക്കട്ടെ. എടുത്തോ, കുടിച്ചോ. പോകട്ടെ കേട്ടോ. വരെ പോയി, നമുക്ക് കഴിക്കാം. അങ്ങ് വരെ ഇലയും കൊണ്ട് പോകണ്ടാലോ. നമുക്ക് മധുരം ഇല്ലാത്തത് കേട്ടോ, മധുരം വയ്ക്കാത്ത ഇലയപ്പമാണ്. തേങ്ങായും ഏലക്കയൊക്കെ ഇട്ട്. അപ്പോഴും നമുക്കും കഴിക്കാം അല്ലേ? അപ്പോഴിതേ ഇലയപ്പം നമ്മളിഞ്ഞ് എടുത്തുകൊണ്ട് വന്നു. ഒരെണ്ണേ ഉള്ളൂ. അടുക്കളയിൽ നിന്ന് വേറെ കട്ട് തിന്നെന്നങ്ങ് വേണം ആരെങ്കിലും പറയുവാണെങ്കിൽ. ഞാൻ ഒരിലയപ്പേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഒരിലയപ്പേ കഴിക്കത്തുള്ളൂ. മധുരം ഇല്ലാത്ത ഇലയപ്പം ഇടയ്ക്ക് ഇഷ്ടം കേട്ടോ. അടുപ്പിച്ചായാലും നമുക്ക് കഴിക്കാൻ പാടാല്ലേ. നിങ്ങളൊക്കെ കാപ്പി കുടിച്ചോ? എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? ഒരു പിടിയൊന്നും വേണ്ട കേട്ടോ. അകത്ത് പ്രതിഷേധക്കാരൊത്തിരി പേരുണ്ട് കേട്ടോ. 2 മക്കൾ, അവർക്കുള്ളത് ഉണ്ടാക്കി കഴിച്ചോളൂ. എനിക്കും മടി കഴിക്കാൻ കേട്ടോ. പക്ഷേ ഗുളിക കഴിക്കാനുണ്ട്. ഒന്നും കഴിക്കാതിരിക്കാനൊക്കത്തില്ല. ഇവിടെ വന്നിരുന്നാലേ നമ്മളെ ചിത്രശലഭവും കിളികളും ഒക്കെ ഉണ്ട്. നേരത്തെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. സരസ് കഴിച്ചിട്ട് കിടന്നു വയ്യ ഇന്ന് കേട്ടോ. ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതല്ലേ, അതിൻ്റെ ക്ഷീണം അമ്മയ്ക്ക് വയ്യ. രാവിലെ കിടന്നു. കയ്യിലൊക്കെ ഇഷ്ടം പോലെ. വയണയിലേക്കകത്ത് വെച്ച് ഇതുണ്ടാക്കണം. എന്തൊരു മണോ. അപ്പോഴും നമ്മുടെ പെരയ്ക്കകത്ത് മുഴുക്ക ഈ വയണയില. നമ്മുടെ ഇവിടെ വയണയെന്നാണ് പറയുന്നത് കേട്ടോ. അതിന് വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് വേറെ സ്ഥലത്തും. ഞാനിത് നമ്മുടെ വാഴയിലക്കകത്ത് ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇച്ചിരി അങ്ങോട്ട് വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല മണം വരും. ഇതിനേക്കാട്ടിലും ടേസ്റ്റും ആവും, രുചിയാവും. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയതല്ലേ നമ്മൾ. എനിക്ക് വൈകിട്ടെടുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. നല്ല മണമാണ് അല്ലേ? ചൂടൊക്കെ പോയി ഒക്കെ ഇരിക്കുമ്പോൾ എന്ത് സൂപ്പറാണെന്നറിയോ. കനമില്ലാതെ കട്ടി കുറച്ചുണ്ടാക്കണം, അതാണ് ടേസ്റ്റ് അല്ലേ. അതിൻ്റെ സ്റ്റാൻഡ് പന്നലായിന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോഴേ ഞാൻ അല്ലാതെ വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളൂ ഞാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ സാരി വെച്ചേക്കുകയാണ്. അങ്ങനെ ഒക്കത്തില്ല നമുക്ക് കേട്ടോ. അത് പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് വീഡിയോ എടുപ്പ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആൾ വീഡിയോ എടുത്ത് തരാൻ വേണം അല്ലേ. ഇത്രയും കൂടെ ഉള്ളൂ.
ഞാനും പിള്ളേരെ കൂട്ടങ്ങ് കഴിച്ചെന്ന് വരുത്തിയതേ ഉള്ളൂ കേട്ടോ. എനിക്ക് മടിയാണ്. ഗുളികയുണ്ട്, ഒരു 3-4 സൈസ് ഗുളികയുണ്ട്, അത് കഴിക്കണം. അതുകൊണ്ട് അങ്ങ് കഴിക്കുക. ഗത്യന്തരമില്ലാതെ ഞാനങ്ങ് കഴിക്കാം. ഞാൻ തന്നെയാണ് ഇലയപ്പം ഉണ്ടാക്കിയത്. എന്നും നമ്മൾ അരിയുടെ ഇല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വിചാരിച്ചു ഇലയപ്പം ഉണ്ടാക്കാമെന്ന്. ഇലയപ്പം ഉണ്ടാക്കിയപ്പോൾ പ്രതിഷേധക്കാർ അതിനേക്കാട്ടിലും കേട്ടോ. മധുരം വെക്കാതെ കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടം. അമ്മയ്ക്ക് മധുരം വെച്ചാട്ടല്ല അമ്മ അപ്പോഴും ഛർദ്ദിക്കും. എന്താ പഞ്ചസാരയും ശർക്കരയൊക്കെ വെച്ചുണ്ടാക്കി അമ്മ ഛർദ്ദിക്കും. നമുക്ക് ഇഷ്ടമല്ല എന്നാലും. പക്ഷെ ഇതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കഴിക്കും. അപ്പോഴും പിന്നെ ഞങ്ങൾ രണ്ടും അതേപോലെ അങ്ങ് കഴിക്കും. പിള്ളേർക്ക് വേണ്ടാലും. അവർക്ക് പിന്നെ ഇത് മൊരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ദോശക്കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾ തിരിച്ചും മറിച്ചും മൊരിച്ചെടുക്കുന്നത് അതിഷ്ടം കേട്ടോ. പക്ഷേ രാവിലെ വേറെന്തൊക്കെയോ പരിപാടി, ഷാർജ ഉണ്ടാക്കി രണ്ടുപേരും കൂടെ, ആങ്ങളെയും പെങ്ങളും കൂടെ വേറെന്തൊക്കെയോ പരിപാടിയാണ് കേട്ടോ. ഈ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുന്നു. നടക്കട്ടെ, ഞാൻ അവിടെ നിന്ന് ഇനി രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ അതേ നമ്മൾ പാത്രം കാലിയാക്കി. ഇനി എന്താ പരിപാടി? ഇനി വെറുതെ ഇരിക്കാം. ജോലികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും.